NCERT 10th Standard Second Lesson History Nationalism in India Part 3. We discussed Part 1 and 2 in last two videos. Now today let's see important questions and answers related to the last part of the lesson, Nationalism in India. First question. Explain the incident which forced Gandhiji to call off the non-cooperation movement. So, explain the incident which forced Gandhiji to call off the non-cooperation movement. ഗാന്ധിജി നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് സസ്പെൻഡ് ചെയ്യാൻ കാരണമായ പ്രധാന സംഭവം എന്തായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ: ഗാന്ധിജി വിത്ഡ്രൂ ദി നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് ബിക്കോസ് ഓഫ് ദ ഫോളോയിങ് റീസൺ. The movement became violent in some places. Movement violent ആയി. Example, in February 1922 in Chowri Chowra, people turned violent and set fire to a police station and 22 policemen were killed in the incident. അപ്പോൾ ഗാന്ധിജി നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് സസ്പെൻഡ് ചെയ്യാനിടയായ സംഭവം ഏതാണെന്ന് ചോദിച്ചാൽ ചൗരി ചൗര ഇൻസിഡൻറ്റ്. എന്താണ് ചൗരി ചൗര ഇൻസിഡൻറ്റ്? ഇൻ ഫെബ്രുവരി 1922 പീപ്പിൾ ടേൺഡ് വയലൻറ്റ് ആൻഡ് ഇൻ ചൗരി ചൗര ഇൻ ഉത്തർപ്രദേശ് പീപ്പിൾ ടേൺഡ് വയലൻറ്റ് ആൻഡ് സെറ്റ് ഫയർ ടു എ പോലീസ് സ്റ്റേഷൻ. 22 policemen were killed in the incident. ഗാന്ധിജി വാസ് എഗെയിൻസ്റ്റ് സച്ച് ആക്ട് ഓഫ് വയലൻസ്. നമുക്കറിയാം ഗാന്ധിജി നോൺ വയലൻറ്റ് മീൻസ് ഓഫ് സത്യാഗ്രഹമായിരുന്നു ഓർഗനൈസ് ചെയ്തിരുന്നത്. അപ്പോൾ ചൗരി ചൗര ഇൻസിഡൻറ്റ്, അതായത് ആൾക്കാർ പോലീസ് സ്റ്റേഷന് തീയിട്ടിട്ട് 22 പോലീസ്മെൻ വേർ കിൽഡ് ഇൻ ദ ഇൻസിഡൻറ്റ്. അപ്പോൾ ഗാന്ധിജി ഇങ്ങനെയുള്ള ഏത് പ്രവർത്തനത്തിനും എതിരായിരുന്നു. അപ്പോൾ ചൗരി ചൗര ഇൻസിഡൻ്റാണ് ഗാന്ധിജി നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് സസ്പെൻഡ് ചെയ്യാനുണ്ടായ പ്രധാന കാരണം. എന്തുകൊണ്ടാണ് ഗാന്ധിജി സസ്പെൻഡ് ചെയ്തത്? ഗാന്ധിജി തോട്ട് ദാറ്റ് ഇറ്റ് വാസ് നെസസറി ടു ട്രെയിൻ പീപ്പിൾ ഇൻ നോൺ വയലൻസ് സത്യാഗ്രഹ. പീപ്പിൾ ഷുഡ് ബി ട്രെയിൻഡ് ഇൻ നോൺ വയലൻസ് സത്യാഗ്രഹ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് വാസ് ദി സൈമൺ കമ്മീഷൻ? വൈ വാസ് ഇറ്റ് ഓപ്പോസ്ഡ്? സൈമൺ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തുകൊണ്ടാണ് ഇന്ത്യക്കാർ സൈമൺ കമ്മീഷനെ എതിർത്തത്? A statutory commission under John Simon was constituted by the Tory government in Britain to look into the functioning of the constitutional system in India and suggest changes. ബ്രിട്ടനിലെ ടോറി ഗവൺമെൻറ് 1927 ഒരു സൈമൺ കമ്മീഷൻ അപ്പോയിൻ്റ് ചെയ്തു. കമ്മീഷൻ ഇന്ത്യയിലെത്തിയത് 1928 ആരായിരുന്നു ലീഡർ? സർ ജോൺ സൈമൺ. അതുകൊണ്ടാണ് സൈമൺ കമ്മീഷൻ എന്നറിയപ്പെടുന്നത്. എ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ അണ്ടർ സർ ജോൺ സൈമൺ വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ദി ടോറി ഗവൺമെൻറ് ഇൻ ബ്രിട്ടൻ. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? To look into the functioning of the constitutional system in India and suggest changes. But it was opposed by the Indians on the following lines. എന്തുകൊണ്ടാണ് ഇന്ത്യൻസ് സൈമൺ കമ്മീഷനെ എതിർക്കാൻ കാരണം? All the members of the commission were Englishmen. സൈമൺ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യവുമായിട്ടാണ് ഇന്ത്യക്കാർ സൈമൺ കമ്മീഷനെ സ്വീകരിച്ചത്. അതായത് സൈമൺ കമ്മീഷനെ ഇന്ത്യക്കാർ എതിർത്തു. സൈമൺ ഗോ ബാക്ക് എന്നായിരുന്നു അവരുടെ ഇന്ത്യക്കാരുടെ മുദ്രാവാക്യം. അപ്പോൾ എന്തുകൊണ്ടാണ് സൈമൺ കമ്മീഷനെ ഇന്ത്യക്കാർ എതിർത്തത്? ഓൾ ദ മെമ്പേഴ്സ് ഓഫ് ദ കമ്മീഷൻ വെർ ഇംഗ്ലീഷ്മെൻ. ഇറ്റ് ഡിഡ് നോട്ട് പ്രൊവൈഡ് എനി ഹോപ്പ് ഫോർ സ്വരാജ് ടു ഇന്ത്യൻസ്. രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഇന്ത്യക്കാർ സൈമൺ കമ്മീഷനെ എതിർത്തത്. ഓൾ ദ മെമ്പേഴ്സ് ഓഫ് ദ കമ്മീഷൻ വെർ ഇംഗ്ലീഷ്മെൻ ആൻഡ് ഇറ്റ് ഡിഡ് നോട്ട് പ്രൊവൈഡ് എനി ഹോപ്പ് ഓഫ് സ്വരാജ് ടു ഇന്ത്യൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൈ വാസ് പൂന പാക്ട് സൈൻഡ്? എന്തുകൊണ്ടാണ് പൂന പാക്ട് സൈൻ ചെയ്തത്? ആരാണ് പൂന പാക്ട് സൈൻ ചെയ്തത്? ഗാന്ധിജിയും അംബേദ്കറും തമ്മിലുണ്ടായിരുന്ന 1932 നടന്ന എഗ്രിമെൻ്റാണ് പൂന പാക്ട്. അതിലേക്ക് നയിച്ച സംഭവം എന്തായിരുന്നു? Dr BR Ambedkar was demanding separate electorate for Dalits. Mahatma Gandhi believed that
Separate electorate for Dalits slow down the process of their integration into society. Ambedkar ultimately accepted Gandhiji's position and the result was Pune Pact of September 1932. It gave the depressed classes reserved seats in provincial and central legislative councils, but they were to be voted in by general electorate. എന്ത് സംഭവമാണ്, എന്തായിരുന്നു പൂന പാക്റ്റിലേക്ക് നയിച്ചത്? ഡോക്ടർ ബി ആർ അംബേദ്കർ ദളിത്സിന് ഒരു സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് ഡിമാൻഡ് ചെയ്തു. പക്ഷേ ഗാന്ധിജി എന്താ വിചാരിച്ചത്? ദാറ്റ് സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് ഫോർ ദളിത്സ് സ്ലോ ഡൗൺ ദ പ്രോസസ് ഓഫ് ദെയർ ഇൻറ്റഗ്രേഷൻ ഇൻ ടു സൊസൈറ്റി. സോ അവസാനം എന്ത് ചെയ്തു? അംബേദ്കർ അൾട്ടിമേറ്റ്ലി ആക്സെപ്റ്റഡ് ഗാന്ധിജീസ് പൊസിഷൻ ആൻഡ് റിസൾട്ട് വാസ് പൂന പാക്ട്. അംബേദ്കർ ഗാന്ധിജിയോട് ആക്സെപ്റ്റ് ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് പൂന പാക്ട് സെപ്റ്റംബർ 1932 സൈൻ ചെയ്തു. ഇറ്റ് ഗേവ് ദി ഡിപ്രസ്ഡ് ക്ലാസസ് റിസർവ്ഡ് സീറ്റ്സ് ഇൻ പ്രൊവിൻഷ്യൽ ആൻഡ് സെൻട്രൽ legislative councils, but they were to be voted in by general electorate. Next question. Mahatma Gandhi used salt as a powerful symbol to unite the nation. Justify the statement. മഹാത്മാ ഗാന്ധി നാഷണൽ യൂണിറ്റിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ യുണൈറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പവർഫുൾ സിമ്പിളായിട്ട് ഉപയോഗിച്ചിരുന്നത് സോൾട്ടായിരുന്നു. ജസ്റ്റിഫൈ ദ സ്റ്റേറ്റ്മെൻറ്റ്. നമുക്കറിയാം സോൾട്ട് സത്യാഗ്രഹ, സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് തുടങ്ങിയത് ദണ്ഡി മാർച്ചോട് കൂടിയാണ്. സോൾട്ട് ലോ വയലേറ്റ് ചെയ്തിട്ടാണ് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് തുടങ്ങിയത്. ഓൺ January 31, 1930, Mahatma Gandhi sent a letter to Viceroy Lord Irwin stating 11 demands. Some of these were of general interest and others were specific demands. Of all, the demand for abolition of salt tax was the most important one. ബ്രിട്ടീഷുകാർ സോൾട്ട് ഉണ്ടാക്കുക എന്നുള്ളത് അവരുടെ മാത്രം കുത്തകയാക്കി വെച്ചിരുന്നു. കൂടാതെ സോൾട്ട് ടാക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഗാന്ധിജി വൈസ്രോയ് ലോർഡ് ഇർവിൻ എഴുതിയ 11 ഡിമാൻഡ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിമാൻഡായിരുന്നു abolition of salt tax. Gandhiji thought to raise the demand for the abolition of salt tax with which the society could be brought together. He saw in the act a powerful message that would unite Indians for a mass struggle. ഇന്ത്യൻസിനെ ഒരു മാസ് സ്ട്രഗിളിന് വേണ്ടി യോജിപ്പിക്കാൻ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു മാധ്യമം സോൾട്ടാണെന്ന് ഗാന്ധിജിക്ക് തോന്നി. കാരണം എന്താണ്? Salt was one such common commodity that was used by every sections of the society. Even rich and poor people used salt every day in their life. The British government had imposed tax and acquired monopoly rights to produce salt. It resulted in increase in its price. ഇപ്പോൾ ഗാന്ധിജി അല്ലെങ്കിൽ ഒരു മാസ് സ്ട്രഗിളിന് വേണ്ടിയിട്ട് ജനങ്ങളെ യോജിപ്പിക്കാൻ, അതായത് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് തുടങ്ങാൻ വേണ്ടിയിട്ട് ജനങ്ങളെ യോജിപ്പിക്കാനുള്ള ഏറ്റവും പവർഫുള്ളായിട്ടുള്ള മീഡിയ ആയിട്ട് കണ്ടത് സോൾട്ടായിരുന്നു. കാരണം ഇറ്റ് വാസ് യൂസ്ഡ് ബൈ എവറി സെക്ഷൻസ് ഓഫ് ദി സൊസൈറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവാലുവേറ്റ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് ഫോക്ക്ലോർ സോങ്സ്, പോപ്പുലർ പ്രിൻസ് എക്സെട്ര ഇൻ ഷേപ്പിംഗ് ദി നാഷണാലിസം ഡ്യൂറിങ് ഫ്രീഡം സ്ട്രഗിൾ. ഫ്രീഡം സ്ട്രഗിളിൻ്റെ സമയത്ത് നാഷണാലിസം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഫോക്ക്ലോർ സോങ്സ്, പോപ്പുലർ പ്രിൻസ് ഇതൊക്കെ എങ്ങനെയാണ് സഹായിച്ചത് എന്നാണ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ആൻസർ? ഹിസ്റ്ററി ആൻഡ് ഫിക്ഷൻ, ഫോക്ക്ലോർ ആൻഡ് സോങ്സ്, പോപ്പുലർ പ്രിൻസ് ആൻഡ് സിംബൽസ് ഓൾ പ്ലേഡ് എ പാർട്ട് ഇൻ ദ മേക്കിംഗ് ഓഫ് നാഷണാലിസം. നമ്മളുടെ ഒരു നാഷണാലിസം എന്ന് പറഞ്ഞാൽ ഒരു പാട്രിയോട്ടിക് ഫീലിംഗ്, ഒരു സ്ട്രോങ് ലവ് ടുവേർഡ്സ് വൺസ് ഓൺ കൺട്രി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹിസ്റ്ററി ആൻഡ് ഫിക്ഷൻ, ഫോക്ക്ലോർ ആൻഡ് സോങ്സ്, പോപ്പുലർ പ്രിൻസ് ആൻഡ് സിംബൽസ് ഓൾ പ്ലേഡ് എ പാർട്ട് ഇൻ ദ മേക്കിംഗ് ഓഫ് നാഷണാലിസം. ഐഡൻറ്റിറ്റി ഓഫ് ഇന്ത്യ കെയിം ടു ബി വിഷ്വലി അസോസിയേറ്റഡ് വിത്ത് ദി ഇമേജ് ഓഫ് ഭാരത് മാത. സോ ഇങ്ങനെ സിംബൽസും ഫോക്ക്ലോറും ഫിക്ഷൻ ഹിസ്റ്ററിയും ഒക്കെ എങ്ങനെയാണ് നാഷണാലിസത്തിന് ഹെൽപ്പ് ചെയ്തത് എന്നാണ് ക്വസ്റ്റ്യൻ. ഐഡൻറ്റിറ്റി ഓഫ് ഇന്ത്യ കെയിം ടു ബി വിഷ്വലി അസോസിയേറ്റഡ് with the image of Bharat Mata. In the 1870s, Bankim Chandra Chattopadhyaya, that is Bankim Chandra Chatterjee,
In 1870s, Bankim Chandra Chattopadhyaya wrote Vande Mataram as a hymn to the motherland. Who is the author of Vande Mataram? Bankim Chandra Chatterjee. Idea of nationalism also developed through a movement to revive Indian folklore. Next question. How did large-scale participation of women in the civil disobedience movement become an important feature? Or evaluate the role of women in the civil disobedience movement. സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റിൽ സ്ത്രീകളുടെ പങ്ക് എന്തായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ആൻസർ? ദർ വാസ് എ ലാർജ് സ്കെയിൽ പാർട്ടിസിപ്പേഷൻ ഓഫ് വിമൻ ഇൻ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ്. During Gandhi's Salt March, thousands of women came out from their homes to listen to him. They participated in protest marches, manufactured salt and picketed foreign cloth and liquor shops. Many went to jail in urban areas. They considered service to the nation as a sacred duty of women. സോ ഈ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ലാർജ് സ്കെയിൽ പാർട്ടിസിപ്പേഷൻ ഓഫ് വിമൻ. പക്ഷെ എന്തായിരുന്നു? യെറ്റ് പബ്ലിക് റോൾ ഡിഡ് നോട്ട് നെസസറിലി മീൻ എനി റാഡിക്കൽ ചേഞ്ച് ഇൻ ദ വേ ദ പൊസിഷൻ ഓഫ് വിമൻ വാസ് വിഷ്വലൈസ്ഡ് ആൻഡ് ഫോർ എ ലോങ് ടൈം ദ കോൺഗ്രസ് വാസ് റിലക്റ്റൻറ്റ് ടു അലോ വിമൻ ടു ഹോൾഡ് എനി പൊസിഷൻ ഓഫ് അതോറിറ്റി വിത്തിൻ ദ ഓർഗനൈസേഷൻ. പക്ഷേ കോൺഗ്രസും അല്ലെങ്കിൽ ഗാന്ധിജി ഒന്നും സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷന് അത്രമാത്രം എൻകറേജ് ചെയ്തിരുന്നില്ല. എങ്കിലും സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷന് വളരെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് വാസ് ദി പാർട്ടിസിപ്പേഷൻ ഓഫ് വിമൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Why did Gandhiji relaunch the civil disobedience movement? Explain any 3 reasons. സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ റൗണ്ട് ടേബിൾ കോൺഫറൻസിന് ശേഷം അല്ലെങ്കിൽ സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഗാന്ധിജി പോയപ്പോൾ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് സസ്പെൻഡ് ചെയ്തു. എന്തുകൊണ്ടാണ് ഗാന്ധിജി വീണ്ടും സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് തുടങ്ങാനുള്ള കാരണം? The Round Table Conference in London was a failure. All the 3 Round Table Conferences in London was a failure. ഗാന്ധിജി അതുപോലെ കോൺഗ്രസ് ലീഡേഴ്സൊക്കെ സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ മാത്രമേ പങ്കെടുത്തിട്ടുള്ളൂ. പക്ഷേ 3 റൗണ്ട് ടേബിൾ കോൺഫറൻസസും ഫെയിലിയർ ആയിരുന്നു. ഓൺ റിട്ടേണിംഗ് ടു ഇന്ത്യ, ഗാന്ധിജി ടുക്ക് എ കോൺഷ്യസ് സ്റ്റെപ്സ് ടു റീലോഞ്ച് ദി സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് ബിക്കോസ് ഓഫ് ദ ഫോളോയിങ് റീസൺ. ഇന്ത്യയിൽ തിരിച്ചെത്തിയതിനു ശേഷം ഗാന്ധിജി സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് തുടങ്ങാനുണ്ടായ കാരണം എന്തായിരുന്നു? മെനി നാഷണലിസ്റ്റ് ലീഡേഴ്സ് ഇൻക്ലൂഡിംഗ് ഖാൻ അബ്ദുൽ ഖാഫർ ഖാൻ ആൻഡ് ജവഹർലാൽ നെഹ്റു വെർ ഇംപ്രിസൺഡ്. ദി ബ്രിട്ടീഷ് ഗവൺമെൻറ് ഹാഡ് അഗെയിൻ സ്റ്റാർട്ടഡ് യൂസിംഗ് ഫോഴ്സ് ടു സപ്രസ് nationalist activities like meetings, demonstration and boycott. The Congress had been declared illegal. 3 കാരണങ്ങൾ കൊണ്ടാണ് ഗാന്ധിജി വീണ്ടും സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് തുടങ്ങാനുള്ള കാരണം. മെനി നാഷണലിസ്റ്റ് ലീഡേഴ്സ് ഇൻക്ലൂഡിംഗ് ഖാൻ അബ്ദുൽ ഖാഫർ ഖാൻ ആൻഡ് ജവഹർലാൽ നെഹ്റു വെർ ഇംപ്രിസൺഡ്. That is one reason. The British government had again started using force to suppress nationalist activities like meetings, demonstrations and boycott. Next reason, the Congress had been declared illegal. Next question, evaluate the role of business classes in the civil disobedience movement. Civil disobedience നേരത്തെ നമ്മൾ സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ എങ്ങനെയായിരുന്നു സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റിൽ നിന്ന് കണ്ടു. ഇനി നമുക്ക് ബിസിനസ് ക്ലാസ്സിൻ്റെ പാർട്ടിസിപ്പേഷൻ എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ അവരുടെ റോൾ എന്തായിരുന്നു സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റിൽ എന്നാണ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ആൻസർ? The business classes supported the civil disobedience movement when it was first launched. For them, Swaraj meant an end to the oppressive policies of the colonialists. The business classes supported the civil disobedience movement when it was first launched. For them, Swaraj meant an end to these oppressive policies of the colonialists. They all reacted against colonial policies that restricted business activities as they wanted to expand their business. They gave financial assistance and refused to buy or sell
imported goods. ബിസിനസ് ഓർഗനൈസേഷന് വേണ്ടത് അവരുടെ ബിസിനസ് ഇംപ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊളോണിയൽ ആക്ടിവിറ്റീസ് റെസ്ട്രിക്റ്റ് ചെയ്യണം. അപ്പോൾ ആ ഒരു കൊളോണിയൽ മൂവ്മെൻ്റ് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ഇമ്പോർട്ടൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബിസിനസ്സിലുള്ള ബ്രിട്ടീഷുകാരുടെ കൺട്രോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അവർ അങ്ങനെ ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് business classes participated in the Civil Disobedience Movement. Next question, how did Dr BR Ambedkar try to improve the condition of the depressed class? Mention any 3 points. നമ്മൾ നേരത്തെ പറഞ്ഞു ഗാന്ധിജിയും അംബേദ്കറും 1932 പൂന പാക്റ്റ് സൈൻ ചെയ്തു. ഡിപ്രസ്ഡ് ക്ലാസ്സസിന് സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് വേണമെന്നൊക്കെയായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ഡിമാൻഡ്. ഇനി ഡോക്ടർ ബി ആർ അംബേദ്കർ എന്തൊക്കെയാണ് ഡിപ്രസ്ഡ് ക്ലാസ്സസിന് കണ്ടീഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തത്? മെൻഷൻ എനി 3 points. വാട്ട് ഈസ് ദ ആൻസർ? ഇൻ 1930 ഡോക്ടർ ബി ആർ അംബേദ്കർ ഓർഗനൈസ്ഡ് ദി ദളിറ്റ്സ്. ദളിറ്റ്സിനെ നമ്മൾ അൺടച്ചബിൾസ് എന്ന് നേരത്തെ വിളിച്ചിരുന്നു. ഇൻ ടു ആൻ ഓർഗനൈസേഷൻ കോൾഡ് ദി ഡിപ്രസ്ഡ് ക്ലാസ്സസ് അസോസിയേഷൻ. ഹിസ് ഐഡിയാസ് ഫോർ ദ ഡിപ്രസ്ഡ് ക്ലാസ്സസ് ഡിഫേർഡ് ഫ്രം ദാറ്റ് ഓഫ് മഹാത്മാ ഗാന്ധി. എങ്ങനെയായിരുന്നു ഡിഫറെൻ്റ് ആയിരുന്നത്? ഹി വോണ്ടഡ് എ സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് ഫോർ ദ ദളിറ്റ്സ്. ഇൻ 1930 ഡോക്ടർ ബി ആർ അംബേദ്കർ ഓർഗനൈസ്ഡ് ദ ദളിറ്റ്സ് into an organization called the Depressed Classes Association. His ideas for the depressed classes differed from that of Mahatma Gandhi. He wanted a separate electorate for the Dalits. While at the Round Table Conference in London, he demanded a separate electorate for the Dalits, and the British conceded to his demands. This caused Mahatma Gandhi to fast unto death because he believed that a separate electorate for the Dalits would slow down the process of their integration into the main society. He signed the Pune Pact with Gandhiji. Next question, who designed Swaraj flag? Mention any 2 features of Swaraj flag. ആരാണ് സ്വരാജ് ഫ്ലാഗ് ഡിസൈൻ ചെയ്തത്? അതിൻ്റെ 2 ഫീച്ചേഴ്സ് എഴുതാനാണ് പറഞ്ഞത്. മഹാത്മാ ഗാന്ധി ഡിസൈൻഡ് സ്വരാജ് ഫ്ലാഗ്. ഹൂ ഡിസൈൻഡ് സ്വരാജ് ഫ്ലാഗ്? മഹാത്മാ ഗാന്ധി ഡിസൈൻഡ് സ്വരാജ് ഫ്ലാഗ്. വാട്ട് were the features of സ്വരാജ് ഫ്ലാഗ്? It was having 3 colors, saffron, white and green. What were the colors of Swaraj flag? Saffron, white and green. It had a spinning wheel in the center representing Gandhian ideal of self-dependence. So it was having 3 colors, saffron, white and green. It had a spinning wheel in the center representing Gandhian ideal of self-dependence.